Guys, welcome back to NKL edits. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് Alightmotionൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ 16:9 ആണ് എടുക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു റേഷ്യോ കൊടുക്കുക. ദെൻ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ദെൻ നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി കൊടുക്കാം. നമ്മൾ അത് ലെറ്റർ വന്ന് വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഞാനിപ്പം NKL തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ലെറ്റർ N അടിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ലെറ്റർ അടിക്കുക, വൈറ്റ് ആയി കൊടുക്കുക, സെൻറ്ററിലേക്ക് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് എടുക്കുന്നത്. ദെൻ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സൂം ടൂളിൽ വന്നിട്ടായാലും ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളതൊന്ന് ഒരു 1.30 കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ആ ഒരു റേറ്റിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 1 ബീറ്റ് മാർക്ക് കൊടുക്കുക. ദെൻ 1.2 കൊടുക്കുക. അതുപോലെ തന്നെ 1.4 കൊടുക്കുക. ഇതേപോലെ 3 സ്ഥലത്ത് നമ്മൾ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ സ്കെയിൽ ടൂളിലേക്ക് വരിക. 1 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ നമ്മൾ 1.2 റൊട്ടേഷനിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ദെൻ 1.4 സ്കെയിൽ ടൂളിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതേപോലെ 3 കീ ഫ്രെയിംസ് ആ ഓരോ മാർക്കിലും ആഡ് ചെയ്യുക, കറക്റ്റ് ഓർഡറിൽ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിലേക്ക് വരിക. ഫസ്റ്റിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സൂം ഫുള്ളായി കളയുക. ഓക്കെ, സൂം ഫുള്ളായി കളഞ്ഞ ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കർവ് ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ഈ ഒരു രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഈ രണ്ടാമത്തെ കർവ് കൊടുക്കുക. ദെൻ ഈ ഒരു രീതിക്ക് നിങ്ങൾ ആ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു കർവ് സെറ്റ് ചെയ്ത ശേഷം ഈ ഒരു 3 ഡോട്ടിൽ വന്ന ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്കെയിൽ ടൂൾ ചെയ്യുന്നത്. ഇനി നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷനിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ വാല്യൂ വന്ന് 102. ഓക്കെ, ഒരു റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 102, 100, 100 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. ഓക്കെ, ദെൻ ആ ഒരു കീ ഫ്രെയിം വന്ന് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ടൂളിലേക്ക് വന്ന ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് വന്ന് ഇതേപോലെ കുറച്ചൊന്ന് മുകളിൽ നിന്ന് വരുന്ന രീതിക്ക് കുറച്ചൊന്ന് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് പറയുന്നത് ഇതാ, ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട്സിൽ വരിക. ഇത് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ഓസിലേറ്റ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആംഗിൾ വന്ന് നമ്മൾ 0 സെറ്റ് ചെയ്യുക, കറക്റ്റ്. ദെൻ ഫ്രീക്വൻസിയിൽ വരിക. ഫ്രീക്വൻസി വന്ന് നമുക്കിവിടെ 2 ഹെഡ്സിലില്ലത് നമ്മളൊന്ന് കുറച്ച് കൊടുക്കുക. ഒരു 1.1 അല്ലെങ്കിൽ ഒരു 1.1 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ താഴെ മാഗ്നറ്റ്യൂഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കീ ഫ്രെയിം വന്ന് ഫസ്റ്റിലും അടുത്തൊരു കീ ഫ്രെയിം വന്ന് എൻഡിലുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഒരു 82 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം അത് ഞാൻ കറക്റ്റ് 82 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലും ഇതേപോലെ എൻഡിലും ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. ദെൻ അതിന് കൊടുക്കുന്ന കർവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കർവാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കർവ് നോട്ട് ചെയ്യുക. ദെൻ ബാക്ക് വരിക, നമ്മൾ എഫക്റ്റിൽ വരിക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ തന്നെ വരിക. അതിൽ നമ്മൾ സ്വിങ് ആണ് അടുത്തത്, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ദെൻ നമുക്കിവിടെ ആംഗിൾ 1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് കൊടുക്കുക. അതായത് ഒരു -2 സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. ദെൻ ആംഗിൾ 1 വന്ന് 2 കൊടുക്കുക. ഓക്കെ, അതായത് ആംഗിൾ 1 നമ്മൾ -2 കൊടുത്തു, ആംഗിൾ 2 വന്ന് 2. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 വാല്യൂസ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത ശേഷം ബാക്ക് വരിക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ഓസിലേറ്റും സ്വിങ്ങൊക്കെ ആയിട്ട് കറക്റ്റായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മുടെ അടുത്തടുത്ത ലെറ്റേഴ്സ് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിതിൻ്റെ എൻഡിലായിട്ട് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എവിടത്തേക്കാണോ വേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് ഇത് മൂവ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റിൽ വരിക. ദെൻ നമ്മൾ അടുത്ത ഏത് ലെറ്ററാണോ വേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, ദെൻ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ അടുത്തയിലേക്ക് വന്നിട്ട് ഇതെവിടെയാണോ വേണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് എത്ര ലെറ്ററാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ക്ലിപ്പിൽ നിന്ന് കുറച്ച് മാറി അടുത്ത ക്ലിപ്പ്, ദെൻ അതുപോലെ മാറി അടുത്ത ക്ലിപ്പ്, ഈ ഒരു രീതിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഞാനിപ്പം ഫസ്റ്റത്തെ ക്ലിപ്പ് 0-ലാണ്, രണ്ടാമത്തെ ക്ലിപ്പ് വന്ന് 4-ലാണ്, അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ക്ലിപ്പ് അപ്പം 8-ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസും ഒരേ ലെങ്ത്തായി സെറ്റ് ചെയ്തേപോലെ. ഓക്കെ, അതായത് എൻഡ് ഒരുപോലെ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ ഏസ് അടിക്കുക. ദെൻ നമ്മളത് ഗ്രൂപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും അതിൻ്റെ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സംഭവം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് കുറച്ച് എഫക്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വരിക. ഇവിടെ നമ്മൾ ഫ്രാക്ചറൽ വാർപ്പ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ഫ്രാക്ചറൽ വാർപ്പ് ഹീറ്റ് വേവ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. അതായത് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡിൻ്റെ ഓപ്ഷൻ വന്ന് നമ്മൾ കുറച്ച് കൊടുക്കുക. ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് എന്നുണ്ടാവും, അത് ജസ്റ്റ് ഓൺ ചെയ്തിടുക, എനേബിൾ ചെയ്തിടാം. നമ്മൾ വന്ന് അതായത് എൻഡിൻ്റെ കുറച്ച് മുമ്പ്, അതായത് എൻഡിലല്ല അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വന്ന് നമ്മൾ ഇതേപോലെ നമ്മൾ എഫക്ട്സിൽ മാഗ്നിറ്റ്യൂഡിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ഇതേപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻഡിലായിട്ട് വന്നിട്ടും ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എൻഡത്തെ വാല്യൂ വന്ന് നമ്മൾ നല്ലപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.5 മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഈ ഒരു രീതിക്ക് ടെക്സ്റ്റ് ആവുന്ന രീതിക്ക് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് എൻഡിലേക്ക് സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഒരു കർവ് അപ്ലൈ ചെയ്യണം. നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കർവ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ കുറച്ചൊന്ന് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ അവിടെ കൊടുക്കുന്ന കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതേപോലെ വന്ന് ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ സ്കെയില്, റൊട്ടേഷൻ, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഇത് കുറച്ചൊന്ന് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കൊടുത്ത സെയിം പ്ലേസിൽ, അതായത് നമ്മൾ ആ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം എവിടെയാണോ കൊടുത്തത് അവിടെ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിം എല്ലാറ്റിൻ്റെയും 3ൻ്റെയും ഫസ്റ്റ് കീ ഫ്രെയിം അവിടെ കൊടുക്കുക. ദെൻ നമ്മൾ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷൻ്റെ എൻഡ് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു -20 സെറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു റൊട്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്തത് വരുന്നത് സ്കെയിലിലേക്കാണ്. സ്കെയിൽ വന്ന് നമ്മൾ ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച്. ഓക്കെ, ദെൻ അതേപോലെ സ്കെയിൽ ടൂളിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എവിടത്തേക്കാണോ മൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതായത് ഈ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അത്ര നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു രീതിക്ക് ചെറിയ റൊട്ടേഷനും മൂവ്മെൻറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമാണ് മാറിയത്. ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കർവും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് വന്നു, ദെൻ അത് ഇതേപോലെ ഈ ഒരു രീതിക്ക് കറക്റ്റായി പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ കർവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്മൂത്ത് കർവ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്മൂത്ത് കർവ് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.